ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ജസ്റ്റിസ് ഗോപാൽ ഗൌഡ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കപ്പെടുന്നത് രാജ്യത്തിന് ആപത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 280 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളുമായി സലി മുഹമ്മദ് ചേരുന്നു. സലി, തുടക്കമായിരിക്കുന്നു. വളരെ ആവേശകരമായിരുന്നു സമ്മേളനത്തിന്റെ തുടക്കം. എന്തൊക്കെയായിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ ഗോപാൽ ഗൌഡ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്? പ്രതീക്ഷ ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ജസ്റ്റിസ് ഗോപാൽ ഗൌഡയുടേത്. അദ്ദേഹം പറഞ്ഞത് തൊഴിലില്ലായ്മയും വർഗീയതയും തുടങ്ങിയ പ്രശ്നങ്ങളാണ് രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇപ്പോൾ നിലവിൽ പൊതുമേഖലയിൽ ഓഹരി വിറ്റഴിക്കലിലൂടെ പൊതുമേഖല എന്ന സംവിധാനം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ സ്വകാര്യ മേഖലയിലും സംവരണം വേണമെന്ന ആവശ്യത്തിന് പ്രസക്തിയുണ്ട് എന്നത് ആണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം മതേതരത്വം നേടുന്ന വെല്ലുവിളിയാണ് മറ്റൊരു പ്രശ്നം. ഭൂരിപക്ഷ താല്പര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. മതേതരത്വം സംരക്ഷിക്കാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണം എന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ MP രാജേഷ് MP പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമായത്. 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 780 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടേറെ പ്രമുഖർ, ദേശീയ രംഗത്തും സാർവദേശീയ രംഗത്തും അറിയപ്പെടുന്ന ഒട്ടേറെ പ്രമുഖർ ഡിവൈഎഫ്ഐ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പ്രധാനമായും മാക്സസെ അവാർഡ് ജേതാവ് ബസ്വാഡ വിൽസൺ ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ മേഘ പൻസാരെ തുടങ്ങി അമിത് അബോൽക്കർ തുടങ്ങി നിരവധി പ്രമുഖർ ഈ ഉദ്ഘാടന സെഷനെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതിനിധി സമ്മേളനം പ്രതിനിധികളെ മാത്രം കൊണ്ടുള്ള സെഷൻ ആരംഭിക്കുക. സാലിയാണ് വിവരങ്ങൾ നൽകിയത്.